ഇത് നേരെ മക്കയും മദീനയായിരുന്നെങ്കിൽ എത്ര ബോംബ് പൊട്ടുമായിരുന്നു. എന്നിട്ടും 500 വർഷത്തോളം ഒരു യുദ്ധം ചെയ്തുകൊണ്ട് നിയമപരമായ രൂപത്തിലാണ് നേടിയെടുക്കുന്നത്. അതാണ് ഹൃദയത്തിന്റെ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ഹിന്ദുസത്തിന്റെയും വിശാലത. അദ്ദേഹത്തിന് മക്ക മദീനയെയും ബാബരി മസ്ജിദിനും തമ്മിൽ ഒരു കമ്പാരിസൺ വെക്കാൻ തോന്നിയത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് മുസ്ലിങ്ങളുടെ ഒരു കാര്യമാണ്, ഇത് മുസ്ലിങ്ങളുടെ ഒരു കാര്യമാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ടല്ലോ. ഈ വീഡിയോ കാണുന്ന ആൾ കൃത്യമായിട്ട് KK മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ മനോഭാവം എന്തായിരുന്നു എന്നുള്ള കാര്യം കേട്ടാലും മനസ്സിലാവും കേട്ടോ. വളരെ സൗമ്യമായ രീതിയിൽ 500 വർഷം ഫൈറ്റ് ചെയ്ത് നിയമപരമായിട്ട് ഒരാളെ പോലും കൊല്ലാണ്ടെയാണ് ബാബരി മസ്ജിദ് ഹിന്ദുക്കൾ പിടിച്ചെടുത്തെന്ന് പറയും. ഹിന്ദുക്കളൊന്നും പറയല്ലേ, അത് BJP-ക്കാർ പിടിച്ചെടുത്തെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതൊരു ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള എന്തൊരു വസ്തുവാണെങ്കിലും അത് നമ്മുടേതാണെന്ന് ക്ലെയിം ചെയ്ത് നമ്മളത് തിരിച്ചു പിടിച്ചാൽ എന്ത് ചെയ്യും, അതൊന്നും കൂടി വൃത്തിയിൽ കൊണ്ടു നടക്കാൻ ചെയ്യാം. പക്ഷെ ബാബരിയുടെ കാര്യത്തിൽ അതല്ല നടന്നിട്ടുള്ളത്. ആ ഒരു സംഭവം തന്നെ ഇല്ലാത്ത രീതിയിൽ വർഷങ്ങളോളം പഴക്കമുള്ള ആ ഒരു ചരിത്ര നിർമ്മിതി ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു